എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതൊരു ഓൾ ഇൻ വൺ സെഷൻ ആണ്. അതായത് കുറെ മേഖലകളിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരിക്കലും ഞാൻ എന്നും പറയുന്നത് പോലെ പറയുന്നില്ല. ലൈക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വരുമെന്നുള്ള വാഗ്ദാനങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ തമ്പനെയിലുകളും കൊടുക്കാത്തത്. ഇത് മുഴുവൻ കണ്ടാൽ ഇത്ര മാർക്ക് കിട്ടും അങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾക്ക് ഒരു അധികാരവുമില്ല. ഞങ്ങൾക്ക് ഏറ്റവും പ്രോബബിൾ ആയിട്ട് തോന്നുന്ന ചില ചോദ്യങ്ങൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു സെഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആസ്പെക്റ്റില് ഡിഫറെന്റ് ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതുപോലെ റിസർച്ച് മെത്തഡോളജി ഉണ്ട്. ഇങ്ങനെ പല വിഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് കുറച്ച് ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടാവും കാണാനെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇനി അധികം വർത്താനമൊന്നുമില്ല, ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഓൾ ഇൻ വൺ എന്നുള്ളൊരു സെഷൻ ആയിട്ടാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. വിച്ച് ആക്ടർ വാസ് ഹോണോർഡ് വിത്ത് ദ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഇൻ 2024? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യൻ സിനിമയിൽ ഉള്ള ആൾക്കാണ് കിട്ടുക, അല്ലെ? ദാദാ സാഹേബ് ഫാൽക്കെ ആരാന്ന് നമുക്കറിയാം. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും തലതൊട്ടപ്പനാണ്. അദ്ദേഹത്തിന്റെ അവാർഡ് 2024 കിട്ടിയ ഇന്ത്യൻ ഫിലിം ആക്ടർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അമിതാഭ് ബച്ചൻ ആണോ, മിഥുൻ ചക്രവർത്തി ആണോ, രജനീകാന്ത് ആണോ, കമലഹാസൻ ആണോ? ഈ സി യും ഡി നമുക്ക് വെട്ടാം. കാരണം നമ്മൾക്ക് ഒരിക്കലും ഇപ്പൊ തമിഴ്നാടും സിനിമയൊക്കെ നമ്മൾ കൂടുതലായി വാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, ഞാൻ കാണാറുണ്ട്. പക്ഷെ ആ ഒരു ഏരിയയിൽ നമ്മൾ ഒരിക്കലും അവർക്ക് ഒരു അവാർഡ് കിട്ടിയതായിട്ട് കേട്ടിട്ടില്ല. അപ്പൊ മുകളിലുള്ള രണ്ടുപേരിൽ ആർക്കോ ഒരാളാണെന്ന് നമ്മൾ ഊഹിക്കണം ചില സമയത്ത്. അപ്പൊ എലിമിനേറ്റ് ചെയ്ത് കളയുക. കിട്ടിയത് മിഥുൻ ചക്രവർത്തിക്കാണ്. അദ്ദേഹം പഴയ നല്ലൊരു ആക്ടറാണ്. റൈറ്റ്. ഹു വാസ് ക്രൗൺഡ് ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2024? മിസ് ഇന്ത്യ വേൾഡ്, ഇത് എന്ത് ടൈറ്റിലാണെന്നൊന്നും എനിക്കറിയില്ല. ചോദ്യം കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. രേഖ പാണ്ഡെയാണോ, ആയുഷി ധോൽക്കിയാണോ, നികിത പൊർവാൾ ആണോ, മാനസ വാരണസി ആണോ? ഇതിൽ കിട്ടിയിരിക്കുന്നത് ഉത്തരം എന്ന് പറയുന്നത് നികിത പൊർവാളിനെയാണ്. റൈറ്റ്. ഹു വാസ് അവാർഡഡ് ദ 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ്? ഓക്കെ, രാമാനുജൻ ജി എവിടുന്ന്, അദ്ദേഹം സാർ എവിടുന്നുള്ള ഒരു ഏത് ടോപ്പിക് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണെന്ന് നമുക്കറിയാം, മാത്സ് ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസ് ഇൻ മാത്തമാറ്റിക്സ്, ഇതിൽ ആർക്കാണ് 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഡയറക്റ്റ് ചോദ്യം. പീറ്റർ ഷ്കോൾ ആണോ, അലക്സാണ്ടർ ഡൺ ആണോ, ജെയിംസ് മെയ്നാർഡ് ആണോ, ജേക്കബ് ടീസർമാൻ ആണോ? ഇതൊന്നും ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല. വേറെ ഏതോ രാജ്യക്കാരുടെ വേറെ ഏതോ പേരുകളാണ്. ഉത്തരം നോക്കാം. അലക്സാണ്ടർ ഡണ്ണിന് വേണ്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ്. മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവാർഡാണ്. ഹു വോൺ ദ മിസ് യൂണിവേഴ്സ് 2024 ടൈറ്റിൽ? മിസ് യൂണിവേഴ്സ് ആരാണ്? ഇതിൽ പേര് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം എന്തൊക്കെയോ പേരുകളാണ്. ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകുന്നു. ബി ഉത്തരം ഡെൻമാർക്കിൽ നിന്നുള്ള വിക്ടോറിയ ഡേവിഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ പറഞ്ഞു തെറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ, അറിയില്ലെങ്കിൽ അറിയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മിസ് യൂണിവേഴ്സ് 2024 ഉള്ളത് ഡെൻമാർക്കിലെ വിക്ടോറിയ തെലിഗ്വിഗിനാണ് കിട്ടിയിട്ടുള്ളത്. റൈറ്റ്. ഹു വാസ് ക്രൗൺഡ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024? സൗന്ദര്യ മത്സരങ്ങളുടെ ഒരു ആധിപത്യം ഇവിടെ കാണാൻ പറ്റും. എന്റെ കൂടെയുള്ള ഏതോ ഒരു ടീച്ചറാണോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഐശ്വര്യ റായി ആണോ, റിഹ സിംഗ് ആണോ, ഹർനാസ് സന്ധു ആണോ, സുസ്മിത സെൻ ആണോ? എയും ഡിയും ഇങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്കുക. പഴയ ആൾക്കാരാണ്, അല്ലെങ്കിൽ പഴയ ഫേമസ് ആൾക്കാരാണ്. റിഹ സിംഹായ്ക്കാണ് കിട്ടിയിട്ടുള്ളത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ടൈറ്റില്. ഹു റിസീവ്ഡ് ദ വൈറ്റ്ലി ഗോൾഡ് അവാർഡ് ഇൻ 2024 ഫോർ ദെയർ കൺസർവേഷൻ എഫേർട്ട്? വൈറ്റ്ലി ഗോൾഡ് അവാർഡ് 2024 കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ ആൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ പൂർണിമ ദേവി ബർമൻ, ജെയിൻ ഗോഡ്വാൾ, ഡേവിഡ് ആറ്റൻബറോ, സിൽവിയ എർലി. നിങ്ങൾ ഡേവിഡ് ആറ്റൻബറോനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അത്രയധികം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ കോൺട്രിബ്യൂഷൻസ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്ററീസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് അദ്ദേഹത്തിന്റെ. ഓക്കെ, റൈറ്റ്. അപ്പൊ അതൊന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടു നോക്കുക. നമ്മളുടെ ജീവിതം ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ചില ആൾക്കാരിൽ ഒരാളാണ് ആറ്റൻബറോ എന്ന് പറയുന്നത്. റൈറ്റ്. ഇതിന്റെ ഉത്തരം വൈറ്റ്ലി അവാർഡ് ഗോൾഡ് അവാർഡ് 2024 കിട്ടുന്നത് കൺസർവേഷൻ എഫേർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കിട്ടുന്നത് പൂർണിമ ദേവി ബർമന് വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ പൂർണിമ ദേവി ബർമനാണ് വൈറ്റ്ലി ഗോൾഡ് അവാർഡ് 2024 ലഭിക്കുന്നത്.
ഹു റിസീവ്ഡ് ദ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ്. അത് വേറൊരു ചോദ്യം, വേറൊരു ഗോൾഡ്മാൻ 2024 എൻവയോൺമെന്റൽ ആക്ടിവിസത്തിന് വേണ്ടി കിട്ടിയത് ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. എൻവയോൺമെന്റൽ ആക്ടിവിസം, മറ്റത് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇവിടെ വരുന്നത് ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് ആണ് 2024. അലോക് ശുക്ല, ആൻഡ്രിയ അവിയഗ്രെ, മാർസൽ. അടുത്തത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ജോൺസൺ എന്ന് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ഇതൊക്കെ വായിച്ചു വരാൻ തന്നെ 2 ദിവസം എടുക്കും. അപ്പൊ ഈ ആൻസർ അല്ലെങ്കിൽ ഇദ്ദേഹം പ്രൈസ് കിട്ടിയിട്ടുള്ളത് അലോക് ശുക്ലയ്ക്കാണ്. റൈറ്റ്. ഹു വൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ദ 96th അക്കാഡമി അവാർഡ്സ് ഇൻ 2024? നമ്മളുടെ ഇതിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. വേൾഡ് സിനിമയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ബ്രാഡ്ലി കൂപ്പർ ആണോ, സിലിയൻ മർഫി ആണോ, പോൾ ഗിമാറ്റി ആണോ, കോൾമാൻ ഡൊമിനിഗോ ആണോ? ഇത് നമുക്ക് അറിയുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന നല്ല അടിപൊളി ഒരു സീരീസ് കിടപ്പുണ്ട്, കാണാൻ പറ്റുകയാണെങ്കിൽ കാണുക. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ നൈറ്റ് റൈഡർ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ബാറ്റ്മാൻ റിട്ടേൺ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലേക്കുള്ള ഒരു ആക്ടറാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സിലിയൻ മർഫി എന്നുള്ളതാണ്, അല്ലെങ്കിൽ കിലിയൻ മർഫി എന്ന് വിളിക്കാറുണ്ട്. കിലിയൻ മർഫിയാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് 96 അക്കാഡമി നമ്മുടെ ഫിലിമായിട്ട് ബന്ധത്തിൽ കിട്ടിയത്. ഏത് സിനിമയ്ക്കാണെന്നറിയോ? ഓപ്പൺ ഹൈമറിനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ശാസ്ത്രജ്ഞമായിട്ട് ബന്ധപ്പെട്ട, സയന്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അടുത്തത്, ഹു വോൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ദ 70th നാഷണൽ ഫിലിം അവാർഡ്സ് ഇൻ 2024? ഇന്ത്യയിൽ നിന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇപ്പൊ 2024 കിട്ടിയത് ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. ഋഷഭ് ഷെട്ടി ആണോ, മനോജ് ബാജ്പേയി ആണോ, രൺബീർ കപൂർ ആണോ, ഷാറുഖ് ഖാൻ ആണോ? ഷാറുഖ് ഖാന്റെ പേര് അടുത്തൊന്നും കേട്ടിട്ടില്ല. പിന്നീട് രൺബീർ കപൂറിന്റെ പേരും അതൊന്നും കേട്ടിട്ടില്ല. കിട്ടിയിരിക്കുന്ന ഋഷഭ് ഷെട്ടിക്കാണ്. ആരുമായിട്ട് മത്സരിച്ചിട്ടാണ് കിട്ടിയിട്ടില്ല, നമ്മളെ മമ്മൂക്കയായിട്ട് മത്സരിച്ചിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഹു വോൺ ദ 33rd സരസ്വതി സമ്മാൻ ഇൻ 2024? ഇത് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സമ്മാൻ, പുരസ്കാർ, അവാർഡുകളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പൊ 33ാമത് സരസ്വതി സമ്മാൻ 2024 കിട്ടിയത് ആർക്കാണെന്ന് ചോദിക്കുന്നത്. പ്രഭാവർമ്മയ്ക്കാണോ, കമലാദാസിനാണോ, ONV കുറുപ്പിനാണോ, MT വാസുദേവനാർക്കാണോ? വളരെ സിമ്പിൾ ആണ്. പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ആൾക്കാരുടെ ഒരിതില്ല. അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര് രൗദ്ര സാത്വികം എന്നുള്ളതാണ്. സോറി, ആ ഒരു മാർക്ക് ഒന്ന് എടുത്ത് മാറ്റണം, ക്വസ്റ്റ്യൻ മാർക്ക് ഒന്ന് എടുത്ത് മാറ്റണം. രൗദ്ര സാത്വികം എന്ന് പറയുന്ന പ്രഭാവർമ്മയുടെ ബുക്കിനാണ് 2024 സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുള്ളത്. ഹു റിസീവ്ഡ് ദ ഒളിമ്പിക് ഓർഡർ ഇൻ 2024 ഫോർ ദർ ഡിസ്റ്റിംഗ്വിഷ്ഡ് കോൺട്രിബ്യൂഷൻ ടു ദ ഒളിമ്പിക് മൂവ്മെന്റ്? ഒളിമ്പിക് ഓർഡർ ബന്ധപ്പെട്ടിട്ടുള്ള, ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? അഭിനവ് ബിന്ദ്രയാണോ, ഇമ്മാനുവൽ മാക്രോൺ ആണോ, ലോക്രൻ ന്യൂണസ് ആണോ, നിക്കോളാസ് ഫെറന്റ് ആണോ? ഒരാളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ വെട്ടിക്കളയാൻ പറ്റും. പക്ഷെ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഒളിമ്പിക് ഓർഡർ 2024 കിട്ടിയത്, ഒളിമ്പിക് മൂവ്മെന്റുമായിട്ട് കിട്ടിയത് അഭിനവ് ബിന്ദ്രയ്ക്കാണ്. അപ്പൊ സ്പോർട്സ് എന്നുള്ള ഒരു ചോദ്യം. ഓക്കെ. അടുത്തത്, ഹു ആർ ദ റെസിപ്പിയൻസ് ഓഫ് 58th ജ്ഞാനപീഠ് അവാർഡ് ഇൻ 2023 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ളത് വരുന്നതേ ഉള്ളൂ. ഇതില് കുറെ ആൾക്കാരുടെ പേരുണ്ട്. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ പോവാം. എ ആയിട്ടുള്ള ജഗദ്ഗുരു സ്വാമി രാമഭദ്രാചാര്യ ആൻഡ് ഗുൽസർ, ഈ 2 പേർക്കാണ് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുള്ളത്. വിച്ച് ഫിലിം വോൺ ദ ബെസ്റ്റ് ഫിലിം അവാർഡ് അറ്റ് ദ 24th IIFA അവാർഡ്സ് ഇൻ 2024? ബെസ്റ്റ് ഫിലിം IIFAയിൽ 2024 കിട്ടിയ ഫിലിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അനിമൽ ആണോ, റോക്കി ഓർ റാണി കി പ്രേം കഹാനി ആണോ, ജവാൻ ആണോ, 12th ഫെയിൽ ആണോ? അനിമൽ എന്ന് പറയുന്ന മോസ്റ്റ് വയലന്റ് ഫിലിം, വൺ ഓഫ് ദ മോസ്റ്റ് വയലന്റ് ഫിലിം ആണ്. അതിനാണ് IIFAയിലെ 2024 ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി, ഹു റിസീവ്ഡ് ദ IAF വേൾഡ് സ്പേസ് അവാർഡ് ഇൻ 2024? IAFന്റെ വേൾഡ് സ്പേസ് അവാർഡ് 2024 കിട്ടിയത് ആർക്കാണ്? ഫോർ ദർ കോൺട്രിബ്യൂഷൻസ് ടു സ്പേസ് ആക്ടിവിറ്റി. വേൾഡ് സ്പേസ് അവാർഡ് അല്ലേ? അപ്പൊ കിട്ടിയത് ആർക്കാ? ഡോക്ടർ എസ് സോമനാഥ് ആണോ, എലൻ മസ്ക് ആണോ, ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ടീമിന് വേണ്ടി? അത് ടീമാണ്, ടിയാൻവെൻ ടീമിന് വേണ്ടിയിട്ടാണോ? 2 ടീമിന്റെയും 2 ആൾക്കാരുടെയും പേരാണ് തന്നിട്ടുള്ളത്. ഡോക്ടർ എസ് സോമനാഥ് ആണ് അദ്ദേഹം. നമ്മൾ ISROന്റെ അറിയാലോ അല്ലെ, ചെയർമാൻ ആയിരുന്നു. റൈറ്റ്. അടുത്തതിലേക്ക് പോവാം. ഹു വോൺ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 2024? ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. നോബൽ പ്രൈസ് 2024 കിട്ടിയത് ആർക്കാണ്? ഹാൻകാങ്,
ഹാരുക്കി മുറാകാമി, മാർഗരറ്റ് അഡ്വുഡ്, സൽമാൻ റഷ്ദി. ഇതിൽ ആർക്കാണ് 2024 നോബൽ പ്രൈസ് ലിറ്ററേച്ചറിന് കിട്ടിയത്? ഹാൻകാങ്ങിന് വേണ്ടിയിട്ടാണ്. അതൊരു കൊറിയൻ ബേസ്ഡ് റൈറ്റർ ആണ്. അവരുടെ ജീവിതത്തിലെ മൊത്ത റൈറ്റിംഗ്സിന് വേണ്ടിയിട്ടാണ് നോബൽ പ്രൈസ് അവാർഡ് കൊടുത്തിട്ടുള്ളത്, ഏതെങ്കിലും ഒരു വർക്കിന് വേണ്ടിയിട്ടല്ല. Which of the following is the founder of the Sankhya School of Philosophy in ancient India? അപ്പോൾ നമ്മളുടെ ഫിലോസഫിയിലേക്കാണ് കുറച്ച് ചോദ്യങ്ങൾ പോകുന്നത്. സാഖ്യ സ്കൂള് ഫൗണ്ടർ ആരാണെന്നാ ചോദിക്കുന്നത്. ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ആരാണ് സാഖ്യ സ്കൂളിനെ എന്നാ ചോദിക്കുന്നത്. പതഞ്ജലി, കപില, വ്യാസ, ഗൗതമ. ഇതിലാരാണ് സാഖ്യ സ്കൂളിനെ തുടങ്ങിയിട്ടുള്ളത്? കപില മുനിയാണ്. കുറെ സേജസ് ആണ് ഇവിടെ വരുന്നത്, മുനിമാരാണ്, മോങ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സേജും മോങ്കും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം നിങ്ങൾ, എന്താണ് സേജ് എന്ന വാക്കിന്റെ അർത്ഥം, മോങ്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ ഒന്ന് നോക്കുക. അതുപോലെ ഒരു നോവൽ ഉണ്ട്, ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി എന്ന് പറയുന്ന ഒരു നല്ലൊരു നോവൽ ഉണ്ട്. റൈറ്റ്, അതൊരു ഫിലോസഫിക്കൽ നോവലാണ്. പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. വിച്ച് ഇന്ത്യൻ ഫിലോസഫർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ അദ്വൈത വേദാന്ത സ്കൂൾ? വളരെ സിമ്പിൾ ചോദ്യമാണ്. അദ്വൈത വേദാന്തം കാലടിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇതിലും വലിയ ഉത്തരവൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. രാമാനുജനാണോ, ശങ്കരാചാര്യരാണോ, മാധവാചാര്യരാണോ, നിംബർക്കയാണോ? ഇതിൽ ആരാണ് അദ്വൈത വേദാന്തം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ നോൺ ഡുവാലിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? ശങ്കരാചാര്യരാണ്. അദ്ദേഹമാണ് പിന്നീട് മഠങ്ങൾ സ്ഥാപിക്കുന്നത്. അതുപോലെ മൂകാംബികയിലേക്ക് നമ്മളിപ്പോൾ തൊഴാൻ പോകുന്നുണ്ട്. ഹിന്ദു ആചാരപ്രകാരം കുറെ വിശ്വാസികൾ പോകുന്നുണ്ട്, അവിടേക്കും ഉള്ളത് ശങ്കരാചാര്യർ തന്നെയാണ്. ദ ന്യായ സ്കൂൾ ഓഫ് ഫിലോസഫി വിച്ച് ഫോക്കസസ് ഓൺ ലോജിക് ആൻഡ് എപ്പിസ്റ്റമോളജി. ന്യായമാണല്ലോ എല്ലാം, ന്യായീകരണങ്ങളാണല്ലോ എല്ലാം. അപ്പൊ അവരെന്തിലാ ഫോക്കസ് ചെയ്യുന്നത്? ലോജിക്കിലും എപ്പിസ്റ്റമോളജിയിലുമാണ്. അത് കണ്ടുപിടിച്ച ഫിലോസഫർ ആരാന്നാ ചോദിക്കുന്നത്. ഗൗതമ ആണോ, പതഞ്ജലി ആണോ, കണാദയാണോ, കപിലയാണോ? ന്യായം കണ്ടുപിടിച്ചത് ഗൗതമയാണ്. റൈറ്റ്. Who is the founder of the Vaisheshika School of Philosophy? A Vaisheshika School of Philosophy which focuses on metaphysics and categorizes objects into categories like substance, quality and activity. ബേസിക് ആയിട്ട് ആലോചിച്ച് വെച്ചേക്കുക, വൈശേഷിക സ്കൂൾ ആരാണ് കണ്ടുപിടിച്ചത്? പതഞ്ജലി മഹർഷിയാണോ, കണാദയാണോ, ശങ്കരാചാര്യരാണോ, ജൈമിനിയാണോ? വൈശേഷിക സ്കൂൾ കണ്ടുപിടിച്ചിട്ടുള്ളത് കണാദ മുനിയാണ്. Which of the following schools of Indian philosophy is founded on the belief that liberation, അല്ലെങ്കിൽ നമ്മൾ സോ കോൾഡ് മോക്ഷ എന്ന് പറയും, ഈസ് അച്ചീവ്ഡ് ത്രൂ ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തി ടു ഗോഡ്? എങ്ങനെയാണ് ഒരാൾക്ക് മോക്ഷം കിട്ടുക എന്നുള്ളത്? ഭക്തിയിലൂടെയാണ് എന്ന് പറയുന്ന ഏത് സ്കൂളാണുള്ളത്? സാഖ്യയാണോ, യോഗയാണോ, വേദാന്തയാണോ, ഭക്തി മൂവ്മെന്റ് ആണോ? വേദാന്ത മൂവ്മെന്റുകളിലാണ് ഇത് പറയുന്നത്. വേദാന്തത്തിലാണ് പറയുന്നത് മോക്ഷം കിട്ടണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ കിട്ടൂ. Which philosophy is primarily associated with the work of the ancient Indian sage Patanjali Maharshi, focusing on the practice of meditation and achieving liberation? പതഞ്ജലി മഹർഷി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, ഫോക്കസ് ചെയ്തിട്ടുള്ള, ഫൗണ്ട് ചെയ്തിട്ടുള്ള ഫിലോസഫിക്കൽ സൊസൈറ്റി സ്കൂൾ ഏതാണ്? അത് യോഗയാണ്. പതഞ്ജലി മഹർഷി. നമ്മൾ ഈ ജൂൺ 21-നല്ലേ, അല്ലെ ജൂൺ എന്നാണ് നമ്മുടെ യോഗാ ദിനമായിട്ട് വരുന്നത്? മറന്നുപോയി. യോഗാ ദിനവും ചോദിക്കാറുണ്ട്, ഡേറ്റ്സ് ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോ പതഞ്ജലി മഹർഷി ഫൗണ്ട് ചെയ്തിട്ടുള്ളത് യോഗ ആണ്. Which of the following is a key text in the Sankhya School of Philosophy? നമ്മൾ സാഖ്യനെ കുറിച്ച് നേരത്തെ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാഖ്യ സ്കൂൾ ഓഫ് ഫിലോസഫി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ പ്രോസസ് ഓഫ് ക്രിയേഷൻ ആൻഡ് ലിബറേഷൻ. അപ്പോ കീ ടെക്സ്റ്റ്, സാഖ്യ സ്കൂളിൽ വരുന്ന കീ ടെക്സ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യോഗസൂത്രമാണോ, ഭഗവത്ഗീതയാണോ, സാഖ്യകാരികയാണോ, ഉപനിഷത്തുകളാണോ? സാഖ്യകാരിക കേട്ടാൽ തന്നെ അറിയാം, സാഖ്യ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സാഖ്യകാരിക. ഇൻ വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ്, നമ്മളുടെ ഫിലോസഫിക്കൽ ഇത് മാറി വേറെ ഒരു തരത്തിലേക്കാണ്, വേറൊരു ക്വസ്റ്റ്യൻ പാറ്റേണിലേക്കാണ് അല്ലെങ്കിൽ വേറെ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇൻ വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് പ്രൊമോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് ദ ഹോൾ മാർക്ക്? അപ്പൊ ഏത് തരത്തിലുള്ള ടീച്ചിങ്ങിലാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് ആണല്ലോ വേണ്ടത്. ഇപ്പോ പഴയ ബിഹേവിയറിസ്റ്റ് പാറ്റേൺ ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്, ലൈക്ക് സോ കോൾഡ്. അപ്പോ ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നത് ഏതില്? മെമ്മറി ലെവലിലാണോ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണോ, റിഫ്ലക്റ്റീവ് ലെവലിലാണോ, ഓട്ടോണോമസ് ഡെവലപ്മെന്റ് ലെവലിലാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ എളുപ്പമുള്ള ആൻസർ ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇന്നത്തെ 2024 അല്ലെങ്കിൽ 21ാമത്തെ സെഞ്ചുറിയിലുള്ള
ഏറ്റവും പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ നോക്കുക, ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ നോക്കുക. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് വരണമെങ്കിൽ എവിടെ ഉണ്ടാവുള്ളൂ? റിഫ്ലക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാളെ കാണാതെ പഠിപ്പിച്ചുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല, അയാളെ കൊണ്ട് റോട്ട് ലേണിംഗ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല, പറഞ്ഞ കാര്യങ്ങൾ ഡിക്റ്റേഷനിലൂടെ ഇട്ടിട്ട് ഒരു കാര്യമില്ല, അയാളെ കൊണ്ട് തിരിച്ച് പ്രസംഗം പറയിപ്പിച്ചിട്ട് കാര്യമില്ല. അയാൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ, അയാൾ ആലോചിക്കുന്നുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ക്രിട്ടിക്കൽ തിങ്കിങ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെ? In which level of teaching the main focus is laid on capturing and systematic presentation of ideas and information? ടീച്ചിങ്ങിലെ ഏത് ലെവലിലാണ് ഓക്കെ ഐഡിയാസിനെയും ഇൻഫർമേഷനെയും പ്രസന്റ് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നത്? മെമ്മറി ലെവലിലാണോ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണോ, റിഫ്ലക്റ്റീവ് ലെവലിലാണോ, ഓട്ടോണോമസ് ഡെവലപ്മെന്റ് ലെവലിലാണോ? മെമ്മറി ലെവലിലാണ് ഇത് വരുന്നത്. ഫാക്റ്റുകളാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത്, അല്ലെ? ഇപ്പൊ നമ്മൾ ഇന്ത്യയെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് ഫാക്ട് ബേസ്ഡ് കാര്യങ്ങളായിരിക്കും, അത് മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ പറയേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്? നേരത്തെ ചോദിച്ച ലെവലിൽ നോക്കാം. മെമ്മറി ആണോ, അണ്ടർസ്റ്റാൻഡിംഗ് ആണോ, റിഫ്ലക്റ്റീവ് ആണോ, തിങ്കിങ് ആണോ? ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഏത് വരണം? റിഫ്ലക്റ്റീവ് ടീച്ചിങ്, ലേണിംഗുമാണ് വരേണ്ടത്. Which of the following level of teaching lays stress on critical shifting of ideas at the highest cognitive level? അപ്പൊ ഹയസ്റ്റ് കൊഗ്നിറ്റീവ് ലെവൽ, അതായത് ഒരാളുടെ ബുദ്ധിയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു ലെവലിൽ എടുക്കുമ്പോൾ ക്രിട്ടിക്കൽ ഷിഫ്റ്റ് ഓഫ് ഐഡിയാസ് ഇങ്ങനെ കിടന്ന് കളിക്കണം, അതിന് സ്ട്രെസ് കൊടുക്കണം. ഓക്കെ, ആ ഐഡിയാസ് മാത്രം പോരാ, അത് തിങ്ക് ചെയ്യും കൂടെ വേണം എന്ന് പറയുന്നത് ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ്? മെമ്മറിയിലാണോ, അണ്ടർസ്റ്റാൻഡിങ്ങിലാണോ, റിഫ്ലക്റ്റീവിലാണോ, ഓട്ടോണോമസിലാണോ? വീണ്ടും വരുന്നു, റിഫ്ലക്റ്റീവിലാണ് വരേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും ബെറ്റർ ആയിട്ട് എങ്ങനെ വരും? ബാക്കിയുള്ളത് ഇപ്പൊ മെമ്മറി ആയാലും അണ്ടർസ്റ്റാൻഡിങ് ആയാലും അതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ കുറവാണ്, ഇന്നത്തെ കാലത്ത് അതിന് ഇമ്പോർട്ടൻസ് കുറവാണ്. മെമ്മറി ലെവലിലുണ്ട്, ഇപ്പൊ നമ്മൾ എഴുതുന്ന പരീക്ഷ പോലും മെമ്മറി ലെവലിൽ വെച്ചിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ ആലോചിക്കുക എന്നുള്ള റിഫ്ലക്ഷൻ അവിടെ വരുന്നുണ്ട്. The objective of reflective level teaching is എന്താണ്? To impart knowledge to learners, to develop insight into learners, to solve problems, to make students relate facts with principles, to encourage students to apply knowledge in similar and different situation. റിഫ്ലക്റ്റീവ് ലെവൽ എന്താണ്? 2-3 ചോദ്യമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതായിരിക്കുന്നു കിട്ടിയിട്ടുണ്ടാവും. To develop insight into learners, to solve problems. ഒരാളെ ഇപ്പൊ നമ്മളൊരു ഒരു കൈൻഡ് ഓഫ് ബിഹേവിയറിസ്റ്റ് മോഡലിലുള്ള ടീച്ചർ ആണെങ്കിൽ പറഞ്ഞു കൊടുത്തത് മാത്രമേ പറയാൻ പാടൂ എന്ന് പറയും. ഇത് അങ്ങനെയില്ല, അയാളെ കൊണ്ട് സ്വയം ആലോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ടു ബി ഫ്രാങ്ക്, ഞാൻ ചില ചോദ്യങ്ങളിൽ ഇപ്പൊ കേട്ടിട്ട് ഞാൻ ക്ലാസ് എടുത്താണെങ്കിലും ഈ ക്ലാസ്സുകളിലാണെങ്കിലും നിങ്ങളോട് സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്റെ കമന്റിന്റെ എണ്ണം കൂടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചോദിക്കുന്നത്, ഞങ്ങളുടെ അക്കാഡമി അറിയപ്പെടാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്. അത് ചെയ്യുമ്പോ ഓക്കെ, ഇപ്പൊ ഞാനിത് വിട്ട കുറച്ച് കാലമായിട്ട് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കും, ഇതിനെ കുറിച്ച് കുറച്ചും കൂടെ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും, കുറച്ചും കൂടെ ആലോചിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് സ്വയം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, ഞങ്ങൾക്കൊരു വാഗ്ദാനവും ഇല്ല. അപ്പൊ സ്വയം പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയാ, ഒരു കോൺഫിഡൻസ് കൂടും. അതാണ് ഇവിടുത്തെ പ്രധാനം. ഈ റിഫ്ലക്റ്റീവിലൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ വരുന്നത്, ഒരു കാര്യം നമ്മൾ സ്വയം പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആലോചിച്ച് പോകും. അപ്പൊ നമുക്ക് അന്വേഷിക്കാനുള്ള, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള ത്വര കൂടും. അതൊക്കെ വരുന്നത് അവിടെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ഏതാണ്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ് വരുന്നത്. ഇമ്പാർട്ടിംഗ് ഫാക്ച്വൽ ഇൻഫർമേഷൻ, ടീച്ചിങ് ടു കോംപ്രഹെൻഡ് ദ കോൺസെപ്റ്റ്സ്, ടീച്ചിങ് ടു എക്സ്പ്ലോർ ദ ഫീൽഡ് ഓഫ് നോളജ്, ടീച്ചിങ് ടു ഡെവലപ്പ് റാഷണൽ തിങ്കിങ്. ഇതിലേതാണ് വരുന്നത്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഏത് വരും? ടീച്ചിങ് ടു കോംപ്രിഹെൻഡ് ദ കൺസെപ്റ്റ്സ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യിച്ചു കൊടുക്കുകയല്ലേ വേണ്ടേ, കോംപ്രിഹെൻഡ് ചെയ്യിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ടീച്ചിങ്? മെമ്മറൈസേഷൻ ആണോ, കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആണോ, സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ ആണോ, ഒബ്സർവേഷൻ ആണോ? കൺസെപ്റ്റ് ലെവൽ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഡെവലപ്മെന്റിനാണ് നമ്മൾ ടീച്ചിങ്ങിൽ കൊടുക്കേണ്ടത്. The concept of teaching learning process is best described as a one-way process, a continuous interaction between students and teachers,
ഓൺലി എ ടീച്ചർ സെന്റേഡ് ആക്ടിവിറ്റി ആൻഡ് ഇന്ററാക്ഷൻ കൺഫൈൻഡ് ടു ക്ലാസ് റൂം. ഒരു സംശയവും വേണ്ട, നമ്മളുടെ ബി ആണ് ഉത്തരം. ടീച്ചിങ് ലേണിംഗ് അത് ഇന്നത്തെ ലെവലിൽ വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ആലോചിക്കുകയാണ് നല്ലത്. Which of the following strategies is most effective for promoting active learning in students? ആക്റ്റീവ് ലേണിംഗ് ആണ് നടക്കേണ്ടത്, റോട്ട് ലേണിംഗ് അല്ല. ആക്റ്റീവ് ലേണിംഗ് ലെക്ചേഴ്സ് ആണോ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ, റീഡിംഗ് അസൈൻമെന്റ്സ് ആണോ, വാച്ചിങ് വീഡിയോസ് ആണോ? ഗ്രൂപ്പ് ഡിസ്കഷൻസിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ കുടുംബ വീടുകളിലേക്കൊക്കെ അമ്മാവന്റെ അമ്മായിയുടെ അച്ഛമ്മയുടെ ഒക്കെ അടുത്ത് പോകുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയും. കുറച്ചൊക്കെ കളിയാക്കൽ കേൾക്കുമെങ്കിലും നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇവർ അവരുടെ കഥ പറയാൻ തുടങ്ങും, അവരുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അപ്പോൾ ആക്റ്റീവ് ലേണിംഗ് നടക്കും. അതായത് ഒരു പാസീവ് ലേണിംഗ് അല്ല അവിടെ നടക്കുന്നത്. നമ്മൾ നമ്മളുടെ കാര്യങ്ങളെയും കൂടെ എൻഗേജ് ചെയ്യിക്കും, നമ്മൾ ആലോചിക്കാൻ തുടങ്ങും. അത് the belief that schools should teach ideas that are everlasting is called, അത് കുറച്ചൊരു ഞാനും അധികം കേൾക്കാത്ത ഒരു കൈൻഡ് ഓഫ് ഫിലോസഫി അല്ലെങ്കിൽ ഒരു സ്കൂളാണ് പോസിറ്റിവിസം, പെരിനിയലിസം, ഇൻഡിവിജ്വലിസം, കാറ്ററിസം. പെരിനിയലിസം എന്ന് പറയുന്ന സ്കൂളാണ് എവർലാസ്റ്റിംഗ് ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സയൻസ് എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് ഐഡിയാസ്, അതിലെ ഫാക്റ്റും ഇൻഫർമേഷനും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഐഡിയ ഭയങ്കര സൂപ്പർ ഐഡിയാസ് ആയിരിക്കും. ഇപ്പോ എന്താ പറയുക, ഇപ്പോ ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ, എയറോപ്ലെയിനിന്റെ മോഡൽ മാറുന്നുണ്ട്, പക്ഷെ ആ ഐഡിയ, എയറോപ്ലെയിൻ എന്ന് പറയുന്ന ഐഡിയ എന്ന് എവർലാസ്റ്റിംഗ് ആണ്. കൈൻഡ് ഓഫ് പെരിനിയലിസം ആണ് അവിടെ നടക്കുന്നത്. ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നു. വിച്ച് ട്രെയിനിങ് മെത്തഡോളജി എംഫസൈസസ് ചൈൽഡ് ലെഡ് ലേണിംഗ്? ചൈൽഡ് ലെഡ് ആണ്. മോണ്ടിസോറി ആണോ, ഡിഫറൻഷ്യൽ മെത്തഡ് ആണോ, ലെക്ചർ ആണോ, നൺ ഓഫ് ദ അബോവ് ആണോ? മോണ്ടിസോറി ലേണിംഗിലാണ് ചൈൽഡ് ലെഡ്. ടീച്ചർ മാത്രമല്ല അവിടെ എല്ലാം പഠിപ്പിക്കുന്നത്, കുട്ടികളെ കൊണ്ടു അവിടെ പണിയെടുപ്പിക്കുക പറഞ്ഞാൽ പോസിറ്റീവ് സെൻസിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വാസ് ഡെവലപ്ഡ് ബൈ, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ബി.എഡ് തൊട്ട് ആലോചിക്കാൻ തുടങ്ങിയതാണ്. വൈഗോട്സ്കി ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തുടങ്ങിയത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് ട്രൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പാർട്ടിസിപ്പേറ്ററി റിസർച്ച്? കുറച്ചും കൂടെ ഒരു റിസർച്ച് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് ഇനിയിപ്പോ കുറച്ച് ചോദ്യങ്ങൾ പോകുന്നത് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. റൈറ്റ്. ഇനി ചോദ്യം ഒന്നും കൂടെ നോക്കാം. നോട്ട് ട്രൂ ആണ്, ട്രൂ അല്ല, നോട്ട് ട്രൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പാർട്ടിസിപ്പേറ്ററി റിസർച്ച്. പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുന്ന റിസർച്ചുകൾ നോട്ട് ട്രൂ ആണ്. ഇറ്റ് റെക്കഗ്നൈസസ് നോളജ് ആസ് പവർ. ഇറ്റ് എംഫസൈസസ് ഓൺ പീപ്പിൾ ആസ് എക്സ്പെർട്സ്. ഇറ്റ് ഈസ് എ കളക്റ്റീവ് പ്രോസസ് ഓഫ് എൻക്വയറി. ഇറ്റ് ഈസ് സോൾ പർപ്പസ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് നോളജ്. ഇതൊരു നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇറ്റ്സ് സോൾ പർപ്പസ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് നോളജ്. ഇത് നോട്ട് ട്രൂ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, പാർട്ടിസിപ്പേഷൻ ആണ് നടക്കുന്നത് അവിടെ, പാർട്ടിസിപ്പേഷൻ, എല്ലാവരും കൂടിയിട്ടുള്ളത്. എ റിസർച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിയിങ് ദ പ്രോസ്പെക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ആൻ അർബൻ ഏരിയ. നമ്മളുടെ അടുത്തുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് എനിക്ക് പഠിക്കണം. വാട്ട് ടൂൾ ഷുഡ് ഹി ഓർ ഷീ പ്രിഫർ ഫോർ ദ സ്റ്റഡി? എന്റെ ഏരിയയിലുള്ള അർബൻ ഏരിയയിൽ, ഇപ്പൊ ഏത് റൂറൽ ഏരിയ ആയിരിക്കും, അർബൻ ഏരിയ ആയിരിക്കും, അർബനിൽ കുറച്ചും കൂടെ ആൾക്കാർ കൂടുതലായിട്ട് വരാം. അപ്പൊ അവിടെ ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്നാ ചോദിക്കുന്നത്. റേറ്റിംഗ് സ്കെയിൽ ആണോ, ഇന്റർവ്യൂ ആണോ, ക്വസ്റ്റനെയർ ആണോ, ഷെഡ്യൂൾ ആണോ? ആ ഏരിയ നോക്കണം, അവിടുത്തെ ആൾക്കാരുടെ എണ്ണം നോക്കണം, അവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടി മെമ്പേഴ്സിനെ നോക്കണം, ഇതൊക്കെ നോക്കണം. ഇപ്പൊ ക്വസ്റ്റനെയർ ആണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടുക എന്നുള്ളതാണ് ഒരു ആൻസർ ആയിട്ട് വരുന്നത്. എത്തിക്കൽ നോംസ് ഇൻ റിസർച്ച് ഡു നോട്ട് ഇൻവോൾവ് ഗൈഡ് ലൈൻസ് ഫോർ വാട്ട് എന്നാണ് ചോദിക്കുന്നത്. എത്തിക്കൽ നോംസ് ഡു നോട്ട് ഇൻവോൾവ് ഗൈഡ് ലൈൻസ്. എത്തിക്കൽ എന്താണെന്നറിയാലോ, എത്തിക്കൽ നോംസ് എന്താണെന്നറിയാലോ. എത്തിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ ന്യായവും നീതിബോധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നോംസ് ആണ് ഈ എത്തിക് നോംസ് എന്ന് പറയുന്നത്. എത്തിക്സ് നമുക്കറിയാം, അതിലെ നോംസ് ഗൈഡ് ലൈൻസ് എന്താണ് പറയുന്നത്. ഡു നോട്ട് ഇൻവോൾവ് ആണ്. തീസിസ് ഫോർമാറ്റ് ആണോ, കോപ്പിറൈറ്റ് ആണോ, പേറ്റന്റിംഗ് പോളിസീസ് ആണോ, ഡാറ്റ ഷെയറിംഗ് ആണോ? തീസിസ് ഫോർമാറ്റിലാണ് ഗൈഡ് ലൈൻസ് ഇൻവോൾവ് ചെയ്യാത്തത്. തീസിസിലെ നമുക്ക് ഒരു വ്യത്യാസവും വരുത്താൻ പറ്റില്ല, അല്ലെ? ലൈക് തീസിസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചല്ല പറയുന്നത്, തീസിസിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. Okay, a researcher intends to explore the effect of possible factors for the organization of effective midday meal interventions. എഫക്റ്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വിച്ച് റിസർച്ച് മെത്തേഡ് വിൽ ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദിസ് സ്റ്റഡി? മിഡ് ഡേ മീലിലെ എഫക്റ്റുകളെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല സ്റ്റഡി റിസർച്ച് മെത്തേഡ് ഏതാണ് ചോദിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണോ, ഡിസ്ക്രിപ്റ്റീവ് സർവേ ആണോ, എക്സ്പെരിമെന്റൽ ആണോ, എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് ആണോ?
എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇനീഷ്യൽ മാൻഡേറ്ററി റിക്വയർമെന്റ് ഫോർ പെർസ്യൂയിങ് റിസർച്ച്? റിസർച്ച് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ മാൻഡേറ്ററി റിക്വയർമെന്റ് എന്താണെന്ന് ചോദിക്കുന്നത്. നമ്മളെല്ലാവരും കൂട്ടുകാരൊക്കെ ഇങ്ങനെ PhDക്ക് പോകുന്ന കാണാനല്ലേ. ആക്ച്വലി ഞാൻ കേട്ടിട്ടുള്ള ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്, ഇവിടുത്തെ ആളല്ല, ലൈക്ക് ഒരു വെസ്റ്റേൺ ലേഡിയാണ്. അവരുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു, ഞാൻ എന്റെ വിലപ്പെട്ട 5 തൊട്ട് 7 വർഷം എന്നാണ് അവരൊരു ഇന്റർവ്യൂവിൽ പറയുന്നത്, അത് ഞാൻ വെറുതെ സ്പെൻഡ് ചെയ്തെന്നാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ എനിക്കൊരു ജോലിക്ക് പോയായിരുന്നു, എനിക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഐഡിയാസ് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ എന്തോ ഒരു ലൈക്ക് ഇതിന്റെ PhDയുടെ ഒരു ഇമ്പോർട്ടൻസിനെ കുറച്ച് പറയുകയല്ല ചെയ്യുന്നത്. എല്ലാത്തിനും നല്ലതും ചീത്ത ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ ഒരാളുടെ ഒരു 7 വർഷമാണ് കഴിഞ്ഞു പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് അവരുടെ ഇന്റർവ്യൂവിൽ പറയുന്നതാണ്. ഓക്കെ, ഇത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ പറയുന്നത് മാത്രം. ഇനിയുള്ള ഒരു ഹയർ എഡ്യൂക്കേഷനിൽ PhD വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെന്നും നമ്മൾ വില കുറച്ച് കാണുകയല്ല. ഒരാൾ അവരുടെ ജീവിത കഥ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ റിസർച്ച് ചെയ്യാനുള്ള മാൻഡേറ്ററി റിക്വയർമെന്റ്, ഇനീഷ്യൽ മാൻഡേറ്ററി റിക്വയർമെന്റ് എന്താണെന്ന് ചോദിക്കുന്നത്. ഡെവലപ്പിംഗ് എ റിസർച്ച് ഡിസൈൻ അഡ്വർടൈസ്മെന്റ്, ഫോർമുലേറ്റിംഗ് എ റിസർച്ച് ക്വസ്റ്റ്യൻ, ഡിസൈഡിങ് അബൌട്ട് ദ ഡാറ്റ അനാലിസിസ്, ഫോർമുലേറ്റിംഗ് എ റിസർച്ച് ഹൈപ്പോത്തിസിസ്. ഇതിൽ ഏതാണ് ഇനീഷ്യൽ മാൻഡേറ്ററി? ഫോർമുലേറ്റിംഗ് എ റിസർച്ച് ക്വസ്റ്റ്യൻ, ഞാൻ എന്തിനു വേണ്ടി പണിയെടുക്കണം, അല്ലെ? ഇപ്പോ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഷേക്സ്പിയറെ കുറിച്ച് ഇനി ചെയ്യേണ്ട കാര്യമില്ല. ഈ ലോകത്തുള്ള എല്ലാവരും ഷേക്സ്പിയറെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും, നമ്മൾ എന്തിൽ ചെയ്യണം, എന്താണ് എന്റെ ഏരിയ എന്ന് തിരഞ്ഞെടുക്കുക. അത് The principal of a school conducts an interview session of teachers and students with a view to explore the possibility of their enhanced participation in school programs. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, CBSE സ്കൂളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രിൻസിപ്പൽ എല്ലാം ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വിളിക്കും. ചോദിക്കും ടീച്ചർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും. ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഇന്റർവ്യൂ സെഷൻ നടത്താൻ പോവാന്ന് വിചാരിക്കുക. അപ്പൊ അവിടുത്തെ ചോദ്യം, ദിസ് എൻഡവർ മേ ബി റിലേറ്റഡ് ടു വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പോസിബിലിറ്റീസ് അറിയാൻ വേണ്ടിയിട്ടാണ്, ഏതൊക്കെ തരത്തിലുള്ള പോസിബിലിറ്റീസും എൻഹാൻസ്ഡ് പാർട്ടിസിപ്പേഷനും വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇവാലുവേഷൻ റിസർച്ച് വേണോ, ഫണ്ടമെന്റൽ റിസർച്ച് വേണോ, ആക്ഷൻ റിസർച്ച് വേണോ, അപ്ലൈഡ് റിസർച്ച് വേണോ? ആക്ഷൻ റിസർച്ച് ആണ് വേണ്ടത്. ആക്ഷൻ ഓറിയന്റഡ് കാര്യങ്ങളാണ് വേണ്ടത്. അല്ലാതെ ഒരാളെ ഇരുന്ന് ഇപ്പൊ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല. പണ്ടുണ്ടായതിനെ കുറിച്ചല്ലല്ലോ അറിയേണ്ടത്. ഇപ്പോ ആക്ഷൻ റിസർച്ച് ആണ് വർക്ക് ചെയ്യേണ്ടത്. In doing action research, what is the usual sequence of step? എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ പോകണം? ആക്ഷൻ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോകണം? റിഫ്ലക്ട്, ഒബ്സർവ്, പ്ലാൻ, ആക്ട്. ഇതാണോ? പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്. പ്ലാൻ, റിഫ്ലക്ട്, ഒബ്സർവ്, ആക്ട്. ആക്ട്, ഒബ്സർവ്, പ്ലാൻ, റിഫ്ലക്ട്. ഒരു 10 സെക്കൻഡ് ഞാൻ തരാം, നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താണ് ആക്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടത്? ആവശ്യമില്ലാത്തൊക്കെ എലിമിനേറ്റ് ചെയ്തോ. ഞാൻ 10 വരെ എണ്ണിക്കോളാം. കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ഷൻ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എങ്ങനെ വേണം? ആദ്യം പ്ലാൻ ചെയ്യണം, അടുത്തത് ആക്ട് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം, പിന്നെ റിഫ്ലക്ട് ചെയ്യണം. ലൈക്ക് നിങ്ങൾ വിചാരിക്കും ഒബ്സർവ് എന്താ ഇങ്ങോട്ട് വരാത്തെന്നുള്ളത്. ആക്ഷൻ റിസർച്ച് ആണ്. ആക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരാള് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക എന്ന് വിചാരിക്കുക, അവിടെ ഒരു ആക്ഷൻ നടക്കുന്നില്ല. നിങ്ങൾ ഈ ക്ലാസ് കാണുന്നുണ്ട്, നിങ്ങൾ ഈ ക്ലാസ് കാണുക എന്ന ആക്ട് കണ്ടാൽ മാത്രമേ ഇതിലെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ പറയും, സാർ ഈ പറഞ്ഞ പോയിന്റിൽ വ്യത്യാസമുണ്ട്, സാർ ഈ പറഞ്ഞ ലൈക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് തെറ്റാണ്, അല്ലെങ്കിൽ ഈ തരത്തിൽ പറയാമായിരുന്നു എന്നുള്ള ഒബ്സർവേഷൻ വരണമെങ്കിൽ ആക്ഷൻ നടന്നാൽ മാത്രമേ പറ്റുള്ളൂ. ആദ്യം പ്ലാൻ നടക്കണം, ആക്ഷൻ നടക്കണം, ഒബ്സർവേഷൻ നടക്കണം, എന്നിട്ടേ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബ്ലോക്ക് ചെയിൻ? കുറച്ച് വ്യത്യാസമായിട്ടുള്ള ചോദ്യമാണ്. ബ്ലോക്ക് ചെയിൻ എന്താണ് എന്നുള്ളത് അറിയുന്നതായിരിക്കും. ടു ബ്ലോക്ക് ദ നെറ്റ്വർക്ക്, ടു ബ്ലോക്ക് ദ ഡാറ്റ, ടു സെക്യൂർ ദ ഡാറ്റ, ടു ഇന്റർലിങ്ക് ദ ഡാറ്റ. എന്തിനാണ് ബ്ലോക്ക് ചെയിനുകൾ ഉപയോഗിക്കുന്നത്? ടു സെക്യൂർ ദ ഡാറ്റ. ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ഡാറ്റാസിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ചെയിനുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് IT റിലേറ്റഡ്, ICT റിലേറ്റഡ് ഒരു ചോദ്യമാണ്. ഇൻ കേസ് ICT റിലേറ്റഡ് കുറച്ച് ഫാക്റ്റുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പഴയ വീഡിയോ എടുത്ത് കണ്ടു നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സാമ്പിളിംഗ് എറർ ഈസ് കറക്റ്റ്? വീണ്ടും റിസൾട്ടിലേക്ക് മാറി വരികയാണ്. സാമ്പിളിംഗ് എറർ നമുക്കറിയാം. ഹൈപ്പോത്തിസിസ് എന്താണ്, സാമ്പിളിംഗ് എന്താണ്, സാമ്പിളിംഗ് എറർ എന്താണ്? ഇനി സാമ്പിളിംഗിലുള്ള സാമ്പിളിംഗ് എറർ എന്താണെന്നാണ് ചോദിക്കുന്നത്. സാമ്പിളിംഗ് എറർ ക്യാൻ ബി കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ബൈ ഇൻക്രീസിംഗ് ദ സാമ്പിൾ സൈസ്. ആലോചിച്ച് നോക്കുക. സാമ്പിളിംഗ് എറർ occurs due to differences between the sample and the population. A larger sample size always increases the sampling error. Sampling error is a type of non-sampling error. ഡി നല്ല രസമുള്ളതാ. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അതെന്താന്ന് പറയുന്ന പോലത്തെ സാധനമാണ്. അപ്പൊ നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കും, ഒരു 10 സെക്കൻഡ് തരാം. സാമ്പിളിംഗ് എറർ ഏറ്റവും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇതെന്താന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് സാമ്പിളിംഗ് എറർ വരാൻ ഇതിലെ പോസിബിൾ ആയിട്ടുള്ള ഉത്തരം വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് വായിച്ചു നോക്കുക. ഉത്തരം നോക്കാം അല്ലെ. ഇതില് സാമ്പിളിംഗ് എറർ എന്ന് പറയുമ്പോൾ അതില് സാമ്പിളും നമ്മൾ എത്ര പേരുടെ സാമ്പിൾ എടുത്തിട്ടുണ്ടോ അതുപോലെ അതിൽ മൊത്തം പോപ്പുലേഷൻ എത്ര ആൾ വരുന്നുണ്ടോ എന്ന് തമ്മിലുള്ള വ്യത്യാസമാണ്. അതിലൊരു ഡിഫറൻസ് വരും അല്ലെ. സാമ്പിളിംഗ് എറർ ആണല്ലോ കാണേണ്ടത്. അപ്പം തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ എറർ എങ്ങനെ വരാമെന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. ഓക്കെ. ഇനി എന്തുകൊണ്ടല്ല എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് സാമ്പിളിംഗ് എററിന്റെ എണ്ണം പോപ്പുലേഷന്റെ സൈസ് കൂടുന്നത് കൊണ്ട്, ആൾക്കാരുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ഒരിക്കലും മാറില്ല. ആൾക്കാരുടെ എണ്ണം കൂടിയ എറർ കൂടുകയുള്ളൂ. ഈ ആള് കൂടി കഴിഞ്ഞാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്നത് പോലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ്? എഫക്റ്റീവ് ടീച്ചിങ്ങിലുള്ള ഒരു കീ എലമെന്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. Strictly following the textbook without deviation, encouraging rote memorization over critical thinking, using diverse instructional strategies to engage students, focusing only on high achieving students in the classroom. ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം എന്താണ് വേണ്ടത്. നമുക്ക് ഒരു സി ആണ് വരിക. ലൈക്ക് ബാക്കി എല്ലാ ഓപ്ഷൻസും കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അത് നമുക്ക് വിട്ടുകളയാം. Who introduced the concept of ZPD, Zone of Proximal Development? ഉത്തരം വേണ്ട, ചോദ്യം വേണ്ട, ഒന്നും വേണ്ട. ഡയറക്റ്റ് ആയിട്ട് വൈഗോട്സ്കിക്ക് ഉത്തരം കൊടുക്കാം. According to Piaget, which stage of cognitive development is characterized by abstract thinking? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്തിനാണ് ഇയാള് കേട്ടറ്റിലെ ചോദ്യങ്ങൾ എടുത്തിട്ട് വരുന്നതെന്ന്. അതും ഇതിലൊരു ഭാഗമാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സൈക്കോളജി ഇതിൽ വരുന്ന ചോദ്യങ്ങളാണ്. കുറച്ച് ചോദ്യങ്ങളെ എനിക്ക് ഉള്ളു കയ്യിൽ. അപ്പൊ 1000 ചോദ്യങ്ങൾ അവിടെ ഇല്ലാത്ത സന്ദർഭങ്ങളുണ്ട്, വേറെ ആൾക്കാരുടെ ഉണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനെ കുറിച്ചും പിയാഷെനെ കുറിച്ചുമാണ് ചോദ്യം. സെൻസറി മോട്ടോർ സ്റ്റേജിലാണോ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണോ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ ഇത് വരുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ അബ്സ്ട്രാക്ട് തിങ്കിങ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരുന്നത്. വിച്ച് ലേണിംഗ് തിയറി എംഫസൈസസ് ദ റോൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ഇൻ ഷേപ്പിംഗ് ബിഹേവിയർ? കൺസ്ട്രക്റ്റിവിസം, ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, ഹ്യൂമനിസം. ബിഹേവിയറിസ്റ്റിലാണ് പണിഷ്മെന്റും റീഇൻഫോഴ്സ്മെന്റും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഹു പ്രപ്പോസ്ഡ് ദ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി ഇൻ മോട്ടിവേഷൻ? ഇത് നമ്മൾ കേട്ടറ്റിനൊക്കെ പഠിച്ച ചോദ്യമാണ്. എറിക് എറിക്സൺ ആണോ, മാസ്ലോ ആണോ, തോണ്ടൈക്ക് ആണോ, ബ്രൂണർ ആണോ? മാസ്ലോ ആണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് പറഞ്ഞിട്ടുള്ളത്. ഇൻ വൈഗോട്സ്കീസ് തിയറി, വാട്ട് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? റീഇൻഫോഴ്സ്മെന്റ് ആണോ, ഇൻഡിവിജ്വൽ എക്സ്പ്ലോറേഷൻ ആണോ, സോഷ്യൽ ഇന്ററാക്ഷൻ ആണോ, ജെനറ്റിക് ഇൻഹെറിറ്റൻസ് ആണോ? സോറി, ഇതിലേതാണ്? സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. നമ്മൾ നേരത്തെ വൈഗോട്സ്കിയുടെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടോ, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈപ്പ് പറയുന്നതാണ് വൈഗോട്സ്കിയുടെ തിയറീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ കമ്പോണന്റ് ഓഫ് ബന്ദൂരാസ് സോഷ്യൽ ലേണിംഗ് തിയറി? ബന്ദൂരന്റെ സോഷ്യൽ ലേണിംഗ് തിയറിയുമായിട്ട് കീ കമ്പോണന്റ് അല്ലാത്തത് ഏത്? ഒബ്സർവേഷൻ, റീഇൻഫോഴ്സ്മെന്റ്, ഇമിറ്റേഷൻ, കണ്ടീഷനിങ്. സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കണ്ടീഷനിങ് പറ്റുമോ? ഇല്ല. സമൂഹം മാറുന്നതനുസരിച്ച് നമ്മൾ മാറും. മലയാളത്തിലെ പഴഞ്ചൊല്ലുണ്ടല്ലോ, ഈ ഇതാണ് ചേരത്തിന് നാട്ടിൽ ചെല്ലുമ്പോൾ നടുക്കണ്ടം തിന്നേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ സൊസൈറ്റി എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്. നമ്മളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതാണ്.
അപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പരീക്ഷയ്ക്ക് മുന്നേ ഇനിയും കാണാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. റൈറ്റ്, താങ്ക് യു.